പുതുവർഷത്തിൽ അഭിവൃദ്ധി കാംക്ഷിക്കുന്നവരാണ് എല്ലാവരും. സമ്പത്തിൽ നോട്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ലല്ലോ. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും ധനനേട്ടം ലഭിക്കുന്നില്ല എന്നതാണ് നിങ്ങളുടെ പരിഭവമെങ്കിൽ അതിനുള്ള പരിഹാരമാണ് ഈ വീഡിയോ. കലണ്ടർ എന്നത് സമയം, നേരം, കാലം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാസ്തുശാസ്ത്രം അനുസരിച്ച് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പുതുവർഷത്തിലെ കലണ്ടർ എന്നത്. വാസ്തുശാസ്ത്രപ്രകാരം ചില പ്രത്യേക കാര്യങ്ങൾ പുതുവർഷ കലണ്ടറുകൾ വീടുകളിൽ വയ്ക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആ കലണ്ടറിൻ്റെ ദിശ തന്നെയാണ്. കൃത്യമായ ദിശയിലേക്കല്ല ആ കലണ്ടറിൻ്റെ മുഖം വരുന്നതെങ്കിൽ അത് പല ദോഷങ്ങൾക്കും കാരണമാകും. ശുഭകരമായ സ്ഥാനത്താണ് കലണ്ടറിൻ്റെ സ്ഥാനമെങ്കിൽ അതിനൊപ്പം ചില പ്രത്യേക കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയും ചെയ്താൽ പുതുവർഷത്തിൽ ഒട്ടനവധി ധനനേട്ടങ്ങളെ സ്വായത്തമാക്കാൻ കഴിയും. ക്ലോക്കിൻ്റെ സൂചി നിലച്ചാൽ അത് വീടിനും വീട്ടുകാർക്കും അശുഭ സന്ദർഭങ്ങൾ ഉണ്ടാക്കും എന്നാണ് വിശ്വാസം. ക്ലോക്ക് എന്നത് സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ക്ലോക്കിൻ്റെ സമയം തെറ്റിയാലോ നിലച്ചാലോ അത് വീടിനും വീട്ടുകാർക്കും നന്നല്ല എന്നതുപോലെ തന്നെയാണ് ദിശ തെറ്റി തൂക്കുന്ന കലണ്ടറും. നമ്മുടെ ചെറിയ അശ്രദ്ധ കൊണ്ട് ജീവിതത്തിൽ അശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതുവർഷത്തിൽ കലണ്ടർ തൂക്കാൻ ഉത്തമമായ ദിശകളെപ്പറ്റി വിശദമാക്കുകയാണിവിടെ. ഒരു കാരണവശാലും കലണ്ടർ തൂക്കാൻ പാടില്ലാത്ത ദിശകളെപ്പറ്റിയും ഇനി പറയാം. തൂക്കുന്ന കലണ്ടറിൻ്റെ മുഖം ഒരു കാരണവശാലും പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരാൻ പാടില്ല. കാരണം പടിഞ്ഞാറ് എന്നത് സൂര്യൻ അസ്തമിക്കുന്ന ദിക്കാണ്. അതായത് അസ്തമയത്തിൻ്റെ പ്രതീകമായാണ് പടിഞ്ഞാറ് ദിശ കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെ കലണ്ടർ തൂക്കുന്ന വീടുകളിലെല്ലാം ഒരു അസ്തമയത്തിൻ്റെ പ്രതീതിയാകും ഉണ്ടാവുക. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഇരുൾ മൂടിയ അവസ്ഥയിലാകും ആ വീടുണ്ടാവുക. എത്ര ശ്രമിച്ചാലും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുക അസാധ്യമാണ്. മുന്നേറ്റം ഉണ്ടാക്കാൻ പരിശ്രമിച്ചാലും നിരാശയാകും ഫലം. മറ്റൊന്ന് തെക്ക് ദിശയാണ്. അതായത് തെക്ക് ദിശയിലേക്ക് കലണ്ടറിൻ്റെ മുഖം, അതായത് ദർശനം വരത്തക്ക രീതിയിൽ നിങ്ങൾ കലണ്ടർ ഇടാൻ പാടില്ല. തെക്ക് എന്നത് യമദിശയാണ് എന്നതാണ് കാരണം. ഇങ്ങനെ കലണ്ടർ തൂക്കുന്ന വീടുകളിൽ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്നു. വീട്ടിലെ ബാത്റൂമിൻ്റെ ഭിത്തിയിലും കലണ്ടർ തൂക്കാൻ പാടുള്ളതല്ല. വീടിൻ്റെ ജനലിൻ്റെ ഭാഗത്തും, അതായത് ജനാലകൾക്ക് അരികിലോ കുറുകെയോ കലണ്ടർ തൂക്കുന്നതും നന്നല്ല. കാരണം വീട്ടിലേക്കുള്ള വെളിച്ചം, വായു എന്നിവയുടെ സുഗമമായ കടന്നുവരവിനെ ഇത് ബാധിക്കുന്നു. അതുപോലെ പ്രധാനപ്പെട്ടതാണ് വാതിലുകൾക്ക് കുറുകെയും കലണ്ടർ തൂക്കാൻ പാടുള്ളതല്ല. പുതുവർഷത്തിലെ കലണ്ടർ തൂക്കാൻ പറ്റിയ ദിശകളെക്കുറിച്ച് ഇനി പ്രതിപാദിക്കാം. ഇവിടങ്ങളിൽ കലണ്ടർ തൂക്കിയാൽ സർവ ഐശ്വര്യമാണ് ഫലം സിദ്ധിക്കുക. കിഴക്ക് ദിശയിലേക്ക് കലണ്ടർ മുഖം വഴുന്നതാണ് ഉത്തമം. കിഴക്ക് എന്നത് സൂര്യോദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ശുഭകരമായ ദിശ വടക്കാണ്. കുബേരദിശ എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. ധനനേട്ടവും സമ്പൽ സമൃദ്ധിയും കുടുംബത്തിന് ലഭിക്കാൻ ഇത് കാരണമായി പറയപ്പെടുന്നു. കടബാധ്യത പോലുള്ള സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാൻ ഇത് സഹായകരമാണ്. വടക്ക് കിഴക്ക് ദിശയിലേക്ക് ദർശനം വരത്തക്ക രീതിയിൽ കലണ്ടർ തൂക്കുന്നതും ശുഭകരമാണെന്ന് പറയപ്പെടുന്നു. വീട്ടിൽ ശാന്തതയും സമാധാനവും നേട്ടങ്ങളും ഇതിലൂടെ നേടാനാകും. മറ്റൊന്ന്, കലണ്ടറുകൾക്ക് കേടുപാടുകളൊന്നും ചെയ്യുവാൻ പാടില്ല എന്നതാണ്. അതായത് സൂചികളും മറ്റും കലണ്ടറുകളിൽ കോർത്തിടുന്നത് നന്നല്ല എന്ന് സാരം.